മാറഞ്ചേരിയുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകളും സേവനങ്ങളും നടത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ കൂട്ടായ്മയാണ് എൻവിഷൻ മാറഞ്ചേരി. നാടിന്റെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രവർത്തകർ ജോലി ആവശ്യാർത്ഥം പ്രവാസത്തിലേക്ക് നീങ്ങിയപ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ശോഭിക്കുന്നതോടൊപ്പം തന്നെ നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമപ്രവർത്തനങ്ങളിൽ തങ്ങളാൽ കഴിയാവുന്നത് ചെയ്യുക എന്ന ചിന്തയിൽ നിന്നാണ് എൻവിഷൻ പിറവിയെടുത്തത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം തറയിൽ ചെയർമാനും ജാഫർ മാളിയക്കൽ ജനറൽ കൺവീനറുമായ എൻവിഷൻ മാറഞ്ചേരിക്ക് 3 ഉപദേശക സമിതി അംഗങ്ങളും 27 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് നിലവിലുള്ളത്. എൻവിഷൻ മാറഞ്ചേരിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ. മാറഞ്ചേരി ഡയാലിസിസ് സെന്ററിനുള്ള സഹായം. മാറഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ പരിച്ചകത്ത് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി മാറഞ്ചേരിയിലെ പ്രവാസി കൂട്ടായ്മകളിൽ ഒന്നായ GCC മാറഞ്ചേരി മുൻകൈയെടുത്ത് നടത്തിയ ഫണ്ട് സമാഹരണത്തിൽ എൻവിഷൻ മാറഞ്ചേരി സഹകരിക്കുകയും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കാവശ്യമായ ബെഡുകൾ വാങ്ങുന്നതിലേക്ക് 1 ലക്ഷം രൂപ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ചെറുതും വലുതുമായി നിരവധി സഹായങ്ങൾ ഇതിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് ലഭിച്ചു എന്നത് അഭിമാനാർഹമാണ്. ഡയാലിസിസ് സെന്റർ സന്ദർശിക്കാനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും എൻവിഷൻ അംഗങ്ങൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. വെക്കേഷൻ ക്യാമ്പ് എക്സ്പ്ലോർ 2018. വിദ്യാഭ്യാസ സേവന മേഖലകളിൽ നമ്മുടെ സമുദായം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ രംഗത്ത് നമ്മുടെ സഹകാരികൾ നടത്തുന്ന ഇടപെടലുകൾ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സിലബസുകൾക്കുമപ്പുറം ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ചുറ്റുപാടുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള തിരിച്ചറിവുകൾ വിദ്യാർത്ഥികളെ അവരുടെ കർമ്മമേഖലകളിൽ കൂടുതൽ കരുത്താർജിക്കാൻ സഹായിക്കുന്നു. ഇത്തരം കൂടിച്ചേരൽ തന്നെയാണ് എക്സ്പ്ലോർ വെക്കേഷൻ ക്യാമ്പ് എന്ന പരിപാടിയിലൂടെ എൻവിഷൻ മാറഞ്ചേരി വിഭാവനം ചെയ്തത്. 20 ദിവസം നീണ്ടുനിന്ന വിവിധ മേഖലകളിൽ അനുഭവ സമ്പത്തുള്ളവർ നേതൃത്വം നൽകിയ ക്യാമ്പ് ഒരു നവ്യാനുഭവം തന്നെയായിരുന്നു. 120ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത ക്യാമ്പ് പുതുമകൾ നിറഞ്ഞ പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ക്ലാസുകൾ, അഭിമുഖങ്ങൾ, കളികൾ, യാത്രകൾ എല്ലാം ക്യാമ്പിൽ നിറഞ്ഞു നിന്നു. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും ഏറെ സന്തുഷ്ടരായിരുന്നു. ക്രിയാത്മക ഇടപെടലുകൾ കൊണ്ട് ക്യാമ്പിന് നേതൃത്വം നൽകിയവരും വേണ്ട സഹായം നൽകിയവരും അഭിനന്ദനമർഹിക്കുന്നു. ധാർമ്മിക പിൻബലമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന എൻവിഷന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ആദ്യ സംരംഭം എന്ന നിലക്ക് നമുക്കേവർക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട്. കരിയർ സബ്മിറ്റ് 2018 വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ജീവിതത്തിലെ അനുയോജ്യമായ കർമ്മമേഖല തിരഞ്ഞെടുക്കാൻ കഴിയുക എന്നത്. കൃത്യമായ അറിവുകളോ വഴികാട്ടിയോ ഇല്ലാതെ അർഹതപ്പെട്ട പല അവസരങ്ങളും നഷ്ടമായ ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കരിയർ സബ്മിറ്റ് എന്ന നാമത്തിൽ എൻവിഷൻ ചെറിയൊരു ഇടപെടൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയത്. മാറഞ്ചേരി ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ക്രസന്റ് അലുമിനി അസോസിയേഷനുമായി കൈകോർത്തുകൊണ്ട് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ കരിയർ സബ്മിറ്റിന് പ്രമുഖ കൗൺസിലർ മുഹമ്മദ് റിയാസ് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് കരിയർ സബ്മിറ്റ് കൂടുതൽ മികവുറ്റതായി. റമദാൻ പ്രഭാഷണം. പ്രബോധന മേഖലയിൽ എൻവിഷന്റെ പ്രഥമ സംരംഭമായിരുന്നു റമദാൻ മാസത്തോടനുബന്ധിച്ച് നടത്തിയ മതപ്രഭാഷണം. മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ഹംസ സഖാഫിയുടെ വളരെ ഹ്രസ്വവും വിജ്ഞാനപ്രദവുമായ ഉദ്ബോധനം ശ്രവിക്കാൻ മാറഞ്ചേരിയുടെ വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നു.